CPI കൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കൃഷ്ണപുരം ഹെൽത്ത് സെന്റർ ചാലിക്കുറ്റി റോഡിലെ ഓട നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ഹെൽത്ത് സെന്റർ ചാലിക്കുറ്റി റോഡിൽ ഓട നിർമ്മാണത്തിൽ അഴിമതി നടത്തിയെന്നാരോപിച്ചാണ് CPI കൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. CPI ആലപ്പുഴ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KG സന്തോഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കേണ്ട ഓട വകമാറ്റി സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലേക്ക് റോഡ് നിർമ്മിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കൊണ്ട് ആ തുക തിരിച്ച് അടപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒഴുകി പോകാൻ യാതൊരുവിധ സാധ്യതയുമില്ലാത്ത രീതിയിൽ പല ഇടങ്ങളിൽ നിന്ന് വെച്ചാൽ ഭരണിക്കാവിൽ നിന്ന് വരുന്ന വെള്ളക്കെട്ട് വരെ ഈ പ്രദേശത്തോട്ട് വന്ന് നിറഞ്ഞ് ഇവിടെ വന്ന് കെട്ടിക്കിടക്കുകയാണ്. 8, 9 അല്ലെങ്കിൽ 10, 15 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഒന്നിൽ വറ്റിപ്പോവുക അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒഴുകി മാറിപ്പോവുക. ഈ പ്രദേശത്ത് തന്നെ ആ പ്രദേശത്തുള്ള ആൾക്കാരുടെ കാലും കൈയും ഒക്കെ നോക്കിയാൽ അറിയാം, കുളം കടിച്ച രീതിയിലോട്ടുള്ള ഒരു അവസ്ഥയാണ്. ഹെൽത്ത് സെന്ററിനെ അറിയിച്ചു, ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പിനെ അറിയിച്ചു. അവരാരും ഇതിനെ വേണ്ട രീതിയിൽ കണ്ടില്ല. അന്ന് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സുകാരാണ്. ഇവിടെ ഒരു സെക്രട്ടറി ഉണ്ട്. സെക്രട്ടറിക്ക് നിരന്തരമായി ചെന്ന് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ പെടും. പഴയ സെക്രട്ടറി അത് കേട്ട് ഇപ്പൊ ഉടനെ ചെയ്യാം, പിന്നെ ചെയ്യാം അങ്ങനെ പറഞ്ഞ് ഇവിടുത്തെ ചില ഉദ്യോഗസ്ഥര് നല്ല രീതിയിൽ അവർക്ക് കൂട്ടിയിരുന്നിട്ടുണ്ട്. എന്തിന്റെ പേരിലാണ്? നാളെ ഇത് അന്വേഷണം വരുമ്പോൾ ഇതിനൊക്കെ കൂട്ടുനിന്ന ഓരോ ഉദ്യോഗസ്ഥരും മറുപടി പറയേണ്ടതായിട്ട് വരും. ഞങ്ങൾ പൊതുവായിട്ട് നിന്ന് പൊതുസ്ഥലത്ത് നിന്ന് പറയുകയാണ്. CPI മണ്ഡലം സെക്രട്ടറി ആദർശ് ശിവൻ, സെക്രട്ടേറിയറ്റ് അംഗം AK സജു, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ TK ബിജു, ഓച്ചിറ ചന്ദ്രൻ, LC സെക്രട്ടറിമാരായ K ശ്രീകുമാർ, സമീന ഷാനവാസ്, AYF മണ്ഡലം പ്രസിഡന്റ് അജിത് കുമാർ, M ശ്യാം, N രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ വഴിമാറ്റി ഒരു ഓട നിർമ്മിച്ചുകൊണ്ട് ഈ തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഈ തട്ടിപ്പ് കണ്ടില്ലെന്ന് നടിക്കാൻ കൃഷ്ണപുരത്തെ എല്ലാ പാർട്ടികൾക്കും കഴിയുമെങ്കിലും CPIക്ക് സാധിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ വിഷയത്തിന്റെ പേരിൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഈ തട്ടിപ്പുകാരെ കൊണ്ട് തുക സർക്കാരിലേക്ക് തിരിച്ചടപ്പിക്കുന്നത് വരെ ഈ സമരം ശക്തമായി തുടരും. അതോടൊപ്പം തന്നെ വിജിലൻസിന് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പരാതിക്കാരെയും അതോടൊപ്പം തന്നെ ആ മാസ് പെറ്റീഷനിൽ ഒപ്പിട്ടവരെയും ഇവിടെ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ അധികാരികൾ, എനിക്ക് തോന്നുന്നത് സെക്രട്ടറി അടക്കം അറിഞ്ഞുകൊണ്ടാണ് പഞ്ചായത്തിൽ നിന്ന് തന്നെ അധികാരികൾ വിളിച്ചിട്ട് ആ അപേക്ഷ അല്ലെങ്കിൽ പരാതി തിരുത്തി എഴുതി നൽകണമെന്ന് ആവശ്യപ്പെടുകയും അതോടൊപ്പം തന്നെ പരാതിക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇത് കണ്ണടച്ച് നോക്കി നിൽക്കുവാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കുകയില്ല. ശക്തമായ സമരരംഗത്തേക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള അഴിമതികൾ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ വെച്ചു പൊറുപ്പിക്കുകയില്ല. ആദ്യം പഞ്ചായത്തിൽ വന്നിട്ടാണ് ഈ പ്രദേശത്തോട്ട് വരുന്നത്. ആ പഞ്ചായത്തിൽ വരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ ഇവിടുന്ന് തന്നെ അട്ടിമറിച്ച് വിടുന്ന ഒരു സ്വഭാവമാണ് കാണുന്നത്. അവിടെ അവർ വന്നൊരു പ്രകടനമൊക്കെ നടത്തിയിട്ട് ശരിയാക്കി തരാം, നമുക്ക് ഉടനെ തന്നെ ശരിയാകും എന്ന ഒരു ഭാഷയിൽ പോയിട്ട് പിന്നെ ഒരു അനക്കവുമില്ല. അങ്ങനെ ആദ്യം ഒരു ഓംബുഡ്സ്മാൻ വന്നു, അദ്ദേഹത്തിന് അവിടെ വന്നു. ഈ വെള്ളമുള്ള സമയത്താണ് അവിടെ വന്ന് ബോധ്യപ്പെട്ടു, ശരിയാണ്, നിങ്ങളുടെ പരാതി സത്യമായിട്ടുള്ളതാണ്, ഇത് പരിഹരിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ആ ഉദ്യോഗസ്ഥൻ തിരികെ പഞ്ചായത്തിൽ വന്നിട്ട് പോയതിനു ശേഷം ഒരു നീക്കവും അതിനുണ്ടായിട്ടില്ല. വീണ്ടും ഈ പരാതിക്കാരി കളക്ടർക്ക് പരാതി കൊടുത്ത് വീണ്ടും ഒരു ഓംബുഡ്സ്മാൻ വന്ന് ആ ഓംബുഡ്സ്മാൻ അന്വേഷിച്ചു കഴിഞ്ഞ് അദ്ദേഹം ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ആ റിപ്പോർട്ട് ഈ പഞ്ചായത്തിലെ അധികാരികൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാം ഇത് നമ്മൾ ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ളത്. ചിലർക്ക് ചില സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി, ചിലർക്ക് വീട്ടിലേക്ക് വഴിയുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി, ചിലർക്ക് വീട് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ കൊണ്ടുവന്നതിനുള്ള ഗതാഗത സൗകര്യം ഒരുക്കുന്നതിന് തരത്തിൽ ആ ഓട മാറ്റി നിർമ്മിച്ചു എന്നുള്ളതാണ് ഇതിനകത്തെ ഗൗരവമായ വിഷയം. അത് വളരെ ഗൗരവത്തോടു കൂടി കാണണം. ആസ്തി രജിസ്റ്ററിലുള്ള പ്രദേശത്ത് നിന്ന് മാറി അങ്ങനെ ഒരു ഓട നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗൗരവത്തോടു കൂടി കാണണം. അതിനെപ്പറ്റി ഗൗരവമായ അന്വേഷണം നടത്തണം. ന്യൂസ് ബ്യൂറോ, കായംകുളം.